എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 കൊല്ലം ആകാറാകുന്നു. മക്കളുടെയും എൻ്റെയും കാര്യങ്ങൾ ഭർത്താവിൻ്റെ പിതാവാണ് നോക്കുന്നത്. എൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ ചെയ്തു തരികയാണ് പതിവ്. ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് പരിമിതികൾ ഉണ്ടാവുമല്ലോ. ഭക്ഷണം, വസ്ത്രമല്ലാതെ പലതരം ആവശ്യങ്ങളും ഒരു അനാവശ്യമായി കണ്ടുകൊണ്ട് വേണ്ടെന്ന് വെക്കാറാണ്. ഓരോ കാര്യത്തിനും ഒരാളുടെ മുമ്പിൽ പോയി പറയാൻ മടിയുമുണ്ട്. ഭർത്താവിനോടാണെങ്കിൽ നമുക്ക് പറയാൻ മടിയുണ്ടാവില്ല. പക്ഷെ അതുപോലെ ഭർത്താവിൻ്റെ ഉപ്പയോട് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. എന്നാൽ ഞാനൊഴികെ ഭർത്താവിൻ്റെ ഉമ്മ, സഹോദരി അവരുടെയൊക്കെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം അവരുടെ ആവശ്യത്തിനുള്ള കയ്യിൽ ഉണ്ടാകാറുണ്ട്. വിദേശത്തുള്ള ഭർത്താവിനെ വിളിക്കാൻ, മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും ഞാൻ എൻ്റെ വീട്ടിലാണ് സഹായം തേടാറുള്ളത്. ഞാൻ ഒരു പ്രവാസിയുടെ ഭാര്യയാണ്. പക്ഷെ 1 രൂപ നാണയത്തൊട്ട് പോലും എൻ്റെ കയ്യിലില്ല. ചില സന്ദർഭങ്ങളിൽ സ്വതക്ക ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്, സാധിക്കാറില്ല. ഒരു ചെറിയ തുകയെങ്കിലും ഭാര്യയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലേ? നമ്മളൊക്കെ ആദ്യം പറയാനുള്ളത്, ഏതെങ്കിലും പ്രവാസികൾ നമ്മൾ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഭാര്യയ്ക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കണം, നിർബന്ധമായും കൊടുക്കണം. ഇതെന്തുകൊണ്ടാണ് പറയണത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരിക്കലും അവളുടെ വാപ്പയിൽ നിന്നോ അവളുടെ ആങ്ങളയിൽ നിന്നോ അമ്മോശനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഒരു പൈസ പോലും വാങ്ങാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നേ ഇല്ല. വിവാഹം കഴിഞ്ഞവർക്കെല്ലാം അവർക്ക് വേണ്ടതെല്ലാം ഭർത്താവിൽ നിന്ന് ലഭിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യ ജീവിക്കുന്ന വീട്ടിൽ, അവൻ്റെ വീട്ടിൽ അവളുടെ കാര്യങ്ങൾ അവനല്ല നിർവഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവൻ അതിനൊരു പണവും വീട്ടിൽ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവിടെ ജീവിക്കുന്ന ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മനോവേദന അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വിവാഹം കഴിഞ്ഞ ആളുകൾ, അത് പ്രവാസിയാവട്ടെ നാട്ടിലെ ആളുകളാവട്ടെ, എന്ത് ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു പോക്കറ്റ് മണി. നിങ്ങൾ സ്കൂൾ പോകുന്ന കുട്ടിക്ക് ഒരു പോക്കറ്റ് മണി കൊടുക്കൂലേ? ആർക്കും കൊടുക്കൂലേ? അപ്പോൾ എങ്കിൽ നിങ്ങളുടെ ഭാര്യ, ഉത്തരവാദിത്തമുള്ള പ്രായപൂർത്തിയായ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം, ഒരു സംഖ്യ അത് മാസത്തിലോ ഒക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം. അത് ആരെതിർത്താലും ആര് പറഞ്ഞാലും എന്ത് ചെയ്യണം, അത് അവളുടെ ഒരു അവകാശമാണ്. അത് നമ്മൾ കൊടുത്തിരിക്കണം. എന്തുകൊണ്ടാണ് അവളുടെ അവകാശമാകുന്നത്? അവൾക്ക് പണം ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൾക്കുള്ള ചിലവ് നിർവഹിക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കണം. അപ്പോൾ അവൾക്ക് ആവശ്യമുണ്ടെന്നല്ല ഈ ചോദ്യത്തിന് മനസ്സിലാവുന്നത്. ഒന്നതാണ്. മറ്റൊരു കാര്യം, വാപ്പാക്ക് പൈസ അയച്ചു കൊടുക്കാം, ഉമ്മാക്ക് പൈസ അയച്ചു കൊടുക്കാം. വാപ്പയും ഉമ്മയ്ക്ക് പൈസ കൊടുക്കണം എന്തിനാണ്? അവൾ ഇവിടെ ജീവിക്കുന്നു, അതുകൊണ്ട് വീട്ടിലെ പൊതുവായ കാര്യങ്ങൾ അയാളെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും എല്ലാവരുടെയും ചെലവിന് വേണ്ടി അയക്കുന്ന പൈസയാണ്. അത് വീടിൻ്റെ നടത്തിപ്പിനുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവരൊരു കുടുംബമല്ലേ? ആര് എവിടെ താമസിച്ചാലും ഇയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു കുടുംബമല്ലേ? ആ കുടുംബത്തിന് ചില സ്വകാര്യതകളില്ലേ, ചില ആവശ്യങ്ങളില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു പൈസ പോലും അമ്മോശനോട് ചോദിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും സൃഷ്ടിക്കാൻ പാടില്ല. കാരണം പണമെങ്കിലും സാന്നിധ്യമില്ലെങ്കിലും മറ്റു സഹായങ്ങളില്ലെങ്കിലും ഇയാൾ ഗൾഫിലാകുന്നതിൻ്റെ പേരിൽ ഇത്രയും ഒരു വേറിട്ട ജീവിതം അനുഭവിച്ച് സഹിച്ചു നിൽക്കുന്ന ഒരു പെണ്ണിന് ആ പണത്തിൻ്റെ ഗുണമെങ്കിലും കിട്ടണ്ടേ? പണത്തിന് വേണ്ടിയല്ലേ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തെ ഇവർ സഹിക്കണത്? അതും സാധ്യമല്ലെങ്കിൽ എന്തുമാത്രം പ്രശ്നമായിരിക്കും. അതുകൊണ്ടൊരു സംഖ്യ നിർബന്ധമായി കൊടുത്തിരിക്കണം. ഒരു പക്ഷേ ഇയാൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഇതിന് ആവശ്യം ഉണ്ടാകുമ്പോൾ അയാളുടെ ഏക നിക്ഷേപം ഒരു പക്ഷേ എന്തായിരിക്കും? ഈ പണമായിരിക്കും. അതുകൊണ്ട് നിർബന്ധമായും അത് കൊടുത്തിരിക്കണം.